കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളിയിൽ തിരുക്കുടുംബത്തിന്റെ ദർശന തിരുനാൾ ആഘോഷങ്ങളുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജനപ്രതിനിധികളുടെയും വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പള്ളി അധികൃതരുടെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് സംവിധാനങ്ങളുടെ സഹകരണത്തോടുകൂടി എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടുകൂടി ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് തൃപ്തികരമായി ഇതിലെല്ലാം പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ യോഗത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. കടുത്തുരുത്തിയിലെ പൊതുസമൂഹത്തിന് തിരുനാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളില്ലാതെ അവർക്കും തൃപ്തികരമായി ഇതിനോടെല്ലാം സഹകരിക്കാൻ കഴിയുന്ന ഒരു നല്ല അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതും നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അതിൽ ഗവൺമെൻറ്റിന് കടമയുണ്ട്, ജനപ്രതിനിധികൾക്ക് കടമയുണ്ട്, വിവിധ വകുപ്പുകൾക്ക് അക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ഇത് നാടിൻ്റെ ഒരു പൊതുവായിട്ടുള്ള തിരുനാൾ ആഘോഷം കൂടിയായിട്ടാണ്, ഇടവകയുടെ ആഘോഷമാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഉത്സവങ്ങളും അതുപോലെ തന്നെ തിരുനാളുകളും എല്ലാം നാടിൻ്റെ പൊതുവായ ചടങ്ങുകളായിട്ടൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിൽ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തതിന് അവരെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തിരുനാൾ ദിവസങ്ങളിൽ വാഹന പാർക്കിംഗ് നിയന്ത്രണങ്ങളും പോലീസ് എക്സൈസ് പരിശോധനകളും ശക്തമാക്കും. ലഹരി ഉപയോഗം തടയുന്നതിനും ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുന്നതിനുമായി പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കർശന പരിശോധന നടത്തും. ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും കിണറുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്തും. ഹോട്ടലുകളിൽ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കും. താഴത്തുപള്ളി സഹവികാരി ഫാദർ ജോൺ നടുത്തരം, ജില്ലാ പഞ്ചായത്ത് അംഗം ആൻ മരിയ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വർഗീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് ജോർജ്, ജനപ്രതിനിധികളായ ധന്യ വേണുഗോപാൽ, നോബി മുണ്ടക്കൻ, ജിൻസി എലിസബത്ത്, പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, KSEB, PWD, വാട്ടർ അതോറിറ്റി, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, കൈക്കാരന്മാരായ ജോസ് ജെയിംസ് നിലപ്പന, ജോർജ് ജോസഫ് പാട്ടത്തിൽ കുളങ്ങര, സണ്ണി ജോസഫ് ആദപ്പള്ളിൽ, പ്രസിഡന്റ് ജോൺ K. ആന്റണി, പള്ളി കമ്മിറ്റി അംഗങ്ങൾ, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന തിരുനാൾ ദിവസങ്ങളായ 16, 17, 18 തീയതികളിൽ ഏറ്റുമാനൂർ വൈക്കം റോഡിൽ ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ ITI കവല വരെയുള്ള ഭാഗങ്ങളിൽ റോഡിൻ്റെ വശങ്ങളിലെ വാഹന പാർക്കിംഗ് നിരോധിക്കും. തിരുനാളിനോടനുബന്ധിച്ചുള്ള വാഹന പാർക്കിങ്ങിന് പുതിയ പള്ളിക്ക് സമീപം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഭാഗത്തും പഴയ പള്ളിയുടെയും വലിയ പള്ളിയുടെ പാരിഷ് ഹാളിന് സമീപവും പുതിയ ബൈപ്പാസിൻ്റെ പ്രവേശന ഭാഗത്തുമെല്ലാം വാഹന പാർക്കിങ്ങിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്.